നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശ്വരുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞാൻ മുമ്പേ പാടി ബുദ്ധിയുള്ള കന്യകയെ പോലെ ഉണർന്നിരിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ഒരുക്കത്തോടുള്ള ബന്ധത്തിലും നമുക്കത് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഒട്ടും ഒരുക്കത്തോടെയല്ല ഞാൻ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്നത്. അതിനാദ്യമേ ഒരു ക്ഷമാപണം ചെയ്യുകയാണ്. കാരണം ഓണത്തിൻ്റെ ഒക്കെ സീസണൊക്കെ ആയതുകൊണ്ട് പൊതുവെ സ്റ്റാഫ് എല്ലാവരും പോയി. ആ നിലയിൽ വളരെ ഭാരപ്പെട്ട നിലയിലുള്ള ജോലിയായിരുന്നു. ദിവസങ്ങളൊക്കെ രാവിലെ ആണെങ്കിൽ നേരത്തെ പോകണം. ഈ പകലൊക്കെ വെയിലൊക്കെ കൊണ്ടുവന്നുകൊണ്ട് രാത്രി ഇരിക്കാനൊക്കെ വിചാരിക്കും, പക്ഷേ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. ആ നിലയിൽ വളരെ ഒരു വിഷമഘട്ടത്തിൽ കൂടിയാണ് ഈ ആഴ്ചയൊക്കെ കടന്നു പോയത്. പക്ഷെ അതെനിക്ക് നീതീകരിക്കാനൊന്നും കഴിയില്ല. കാരണം ഇതിനു മുൻപേ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും അത് എനിക്ക് അവിടെ നമ്മൾ പാടിയത് ബുദ്ധിയുള്ള കന്യകമാരെ പോലെ. യഥാർത്ഥത്തിൽ ബുദ്ധി വളരെ കുറവാണ് എനിക്ക് ഭജനത്തോടുള്ള ബന്ധത്തിൽ. ആ നിലയിലും എനിക്ക് ആ ബുദ്ധിയും കിട്ടിയില്ല, സമയവും കിട്ടിയില്ല. ആ നിലയിൽ ആയിരിക്കുന്നു. എങ്കിലും ചിന്തിപ്പിച്ച കുറച്ച് വിഷയങ്ങൾ വാക്യത്തോടുള്ള ബന്ധത്തിൽ, ബാക്കിയുള്ള ആ വാക്യത്തോടുള്ള ബന്ധത്തിൽ, തുടർന്നുള്ള വാക്യത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം സ്റ്റാലിനും ജസ്റ്റിനൊക്കെ വളരെ ദീർഘദൂര യാത്ര ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. അവരോടും എനിക്ക് നീതി പുലർത്തേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ് കഴിയും. എങ്കിലും മുടക്കം കൂടാതെ നമ്മുടെ ക്ലാസ് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹം സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് പഠനം, ജൂതയെക്കുറിച്ചുള്ള പഠനമാണ്. ആ ലേഖനമാണ് നാം ചിന്തിച്ചത്. നാം അതിലെ എഴുത്തുകാരനെ കുറിച്ചും മാത്രവുമല്ല ആ വിശകലനവും മാത്രവുമല്ല അത് പോരാട്ടം എന്ന ഒരു ചിന്തയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് പഠിക്കണം എന്നൊക്കെ നാം ചിന്തിച്ചു. മാത്രമല്ല ആ പോരാട്ടത്തിൽ ഒരു സൈന്യമുണ്ട്. ആ സൈന്യത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നാം ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല ദൈവം നമ്മെ കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഒരിക്കലായിട്ട് വിശ്വാസത്തിൽ വന്നവരെ ദൈവത്തിൻ്റെ ആ കൈകളിൽ നമ്മെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണെന്ന് നാം ഒന്നാമത്തെ വാക്യത്തിൽ കേട്ടു. ഒന്നാമത്തെ വാക്യം മാത്രമാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. നാം ഇനി രണ്ടാമത്തെ വാക്യത്തിലോട്ട് കടക്കുകയാണ്. നാം ഒന്നാമത്തെ വാക്യത്തിൽ വായിച്ചല്ലോ, സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ആ നിലയിൽ കർത്താവിനായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു നന്മയാണ് രണ്ടാമത്തെ വാക്യത്തിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. രണ്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. നമുക്കറിയാം ഇവിടെ ഇത് കർത്താവിനായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവർക്കുള്ള ഒരു അനുഗ്രഹമാണ് ആ നന്മയും. മാത്രമല്ല കരുണയും സമാധാനവും സ്നേഹവും എന്നുള്ളത്. അത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അത് എപ്പോഴും വർദ്ധിക്കുമാറാകട്ടെ എന്നാണ്. നാം ഈ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ലോകത്തിലുള്ളവർ എന്താ ചിന്തിക്കുന്നത്? അവർക്ക് ഈ ലോകത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് വലിയ വീടുകളാണ്, കാറാണ്, സമ്പത്താണ്. ആ നിലയിലുള്ള ചിന്തയിലാണ് ഇന്നത്തെ ലോകത്തിലുള്ള ആൾക്കാരായിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായ രക്ഷ അനുഭവിച്ച വ്യക്തികൾക്ക് അത് അവർക്കുള്ള കൃപ എന്നുള്ളത്, അവരാഗ്രഹിക്കുന്നത് എന്നുള്ളത് അത് കർത്താവിൻ്റെ കരുണയാണ്, കർത്താവിൻ്റെ സമാധാനമാണ്. മാത്രമല്ല കർത്താവിൻ്റെ സ്നേഹമാണ്. ആ നിലയിൽ രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികൾക്കും ആഗ്രഹിക്കാവുന്ന ഒരു കാര്യം. പത്രോസിൻ്റെ 1-2 ലേഖനത്തിൽ നോക്കുമ്പോൾ വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 2-ാം വാക്യം. 1 പത്രോസ് 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണ കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കലിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമായി അവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അതിനോട് ചേർന്ന് 2 പത്രോസ് 1-2 വായിക്കണമെന്നില്ല, വായിക്കാം. 2 പത്രോസ് 1-2 രണ്ടാമത്തെ അവസാനത്തെ വാക്യം മാത്രം വായിച്ചാൽ മതി. നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ പത്രോസിനും യൂദനോട് ചേർന്ന് പത്രോസിനും പത്രോസും പറയുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും ആ സ്നേഹവും ഒക്കെ വർദ്ധിക്കട്ടെ എന്നാണ്. അപ്പോൾ കർത്താവിനായിട്ട് വിളിച്ച് വേർതിരിച്ച് നിൽക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണിത് കൃപയും കരുണയും സമാധാനവും സ്നേഹവും എന്നൊക്കെ ഉള്ളത്. ആ നിലയിലുള്ള ആഗ്രഹത്തോടു കൂടി ആയിരിക്കണം യഥാർത്ഥ വിശ്വാസികളും ഈ ഭൂമിയിൽ ആയിരിക്കേണ്ടത്. ഇവിടെ കാണുന്ന കരുണ, സമാധാനം, ഈ സ്നേഹമൊക്കെ നാം പഠിക്കുമ്പോൾ കരുണ എന്ന് വെച്ചാൽ എന്താണ്?
കരുണ എന്ന് പറയുന്നത് നാം അർഹിക്കേണ്ടിയിരുന്ന ശിക്ഷ, അത് നമ്മിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ നാം അർഹിക്കേണ്ടിയിരുന്ന ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു എന്നുള്ളതാണ് കരുണ എന്ന് പറയുന്നത്, അല്ലേ? ആ കാൽവറി ക്രൂശിൽ, ആ കാൽവറിയിലാണ് അവൻ്റെ ആ കരുണ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നാം അനുഭവിക്കേണ്ടിയിരുന്ന ആ ഘോരമായ വേദനകള്, അടികള്, പാടുകള്, നാം അനുഭവിക്കേണ്ടിയിരുന്ന ആ ശിക്ഷകള്, അതൊക്കെ നമുക്ക് പകരമായിട്ട് കർത്താവ് ഏറ്റെടുത്തു. അതാണ് യഥാർത്ഥത്തിൽ കരുണ എന്ന് പറയുന്നത്. ആ കരുണയാണ് നമുക്ക് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചത്. മാത്രമല്ല നമുക്ക് സമാധാനം എന്താണ്, സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കരുണ ലഭിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് സമാധാനം എന്നുള്ളത്, അല്ലെ? സമാധാനം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മാനസികമായൊരു സമാധാനമുണ്ട്, മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ശാരീരികമായിട്ടുള്ളൊരു സമാധാനം. മാനസികമായ സമാധാനം അത് പൊതുവെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ ശരീരത്തിലുള്ള ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ആ റോമർക്കെഴുതിയ ലേഖനം 5:1 നാം കാണുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം ദൈവത്തോട് സമാധാനമില്ലാത്തവരായിരുന്നു, നാം ദൈവത്തോട് ശത്രുക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കർത്താവിനോട് പോരാടുന്നവരായിരുന്നു നമ്മൾ, അല്ലേ? നമുക്ക് കർത്താവിനോട് ഒരു യുദ്ധമുണ്ടായിരുന്നു, ദൈവത്തോട് നമുക്ക് യുദ്ധമുണ്ടായിരുന്നു. ആ നിലയിൽ ദൈവത്തോട് വഴക്കുള്ള ആ ഒരു അവസ്ഥയിൽ ദൈവത്തോട് നമുക്ക് എന്തുണ്ടായിരുന്നില്ല, സമാധാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ കരുണ പ്രാപിച്ച നമുക്ക്, കർത്താവിന്റെ കരുണയെ മനസ്സിലായ നമുക്ക്, ആ സൂക്ഷിക്കപ്പെട്ടു വെച്ച നമുക്ക്, ആ കർത്താവുമായിട്ട് ഇപ്രകാരം, അതായത് നമുക്ക് പോലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ കർത്താവുമായിട്ടുള്ള ആ ശത്രുത മാറിയപ്പോൾ നമ്മുടെ വഴക്കില്ലാതായി. അപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു? സമാധാനം ലഭിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കരുണയും സമാധാനമൊക്കെ നമുക്ക് അനുഭവിച്ചപ്പോൾ നമുക്ക് ലഭിച്ച, നാം അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് എന്ത്? സ്നേഹം എന്നത്, അല്ലെ? ദൈവസ്നേഹം എന്നുള്ളത്. ആ കരുണയും ആ സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നാം അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് അവൻ്റെ സ്നേഹം എന്നുള്ളത്, അല്ലേ? കർത്താവ് വിളിച്ച് വേർതിരിച്ച് അവനായിട്ട് സൂക്ഷിക്കപ്പെട്ടവർക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കരുണ, ആ സമാധാനം, ആ സ്നേഹമൊക്കെ, അല്ലേ? ആ നിലയിൽ കർത്താവ് സ്നേഹിക്കുന്നവർ, കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് ഒരു സ്ഥാനം, അല്ലെങ്കിൽ ഒരു 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 പ്രഥമ സ്ഥാനം കർത്താവ് അവർക്ക് നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ ആ വാക്ക് ഞാൻ നോട്ട് ചെയ്യാനായിട്ട് മറന്നു വരുന്നത്. അതായത് കർത്താവിൽ വിശ്വസിക്കപ്പെടുന്നവർക്ക് എന്തില്ല? ശിക്ഷാവിധിയില്ല, ന്യായവിധിയില്ല. എന്നാൽ ഈ വിശ്വാസത്യാഗം അതായത് കർത്താവിനായിട്ട് വിശ്വസിക്കപ്പെടുന്ന പാപം, ന്യായവിധി. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് അവർക്ക് ക്രിസ്തുയേശുവിലുള്ള ശിക്ഷാവിധിയില്ല. ആർക്കാണ്? കർത്താവിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട് കർത്താവ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവർക്ക്. എന്നാൽ വിശ്വാസത്യാഗം സംഭവിച്ച ഒരാളെ കുറിച്ച് നാം കാണുമ്പോൾ അവരെന്ത് സംഭവിക്കും? വിശ്വാസത്യാഗം സംഭവിച്ചവർക്ക് അവർ യഥാർത്ഥത്തിൽ കർത്താവിന് സൂക്ഷിക്കപ്പെട്ട് വെച്ചിരിക്കുകയാണ്. എന്നാലും വിശ്വാസത്യാഗം അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവർ വീഴുവാനായിട്ട് ഇടയായിട്ട് തീരും. അവരുടെ പാപം അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായിട്ട്, അങ്ങനെയുള്ളവർക്ക് എന്തായാലും ന്യായവിധിയിൽ അവർ അകപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരും. എന്നാൽ യഥാർത്ഥ വിശ്വാസി എന്ന് പറയുമ്പോൾ നിത്യതയ്ക്കായിട്ട് സൂക്ഷിക്കപ്പെട്ടവനാണ്, അല്ലേ? കർത്താവിനോടൊപ്പം നിത്യത ചെലവഴിക്കുവാനായിട്ട് നിൽക്കുന്ന ഒരാളാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്, അല്ലേ? ആ നിലയിൽ കർത്താവിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ ആഗ്രഹം എന്താണ്? നാം അങ്ങനെ നിലനിൽക്കണം, അല്ലെങ്കിൽ കർത്താവിനായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കണം എന്നാണ്. ദൈവം ആ പദ്ധതിയിൽ വിശ്വസ്തനാണ്. ആ കാര്യത്തിൽ നാമും അതിനോട് ചേർന്ന് നാം സഹകരിച്ച്, അല്ലെങ്കിൽ ആ വിശ്വസ്തയോട് അവർ ചേർന്ന് അവനോട് നിന്നെങ്കിൽ മാത്രമേ ആ പദ്ധതി പൂർണ്ണമാകുവാനായിട്ട് ഇടയായിട്ട് തീരുള്ളൂ. അതിനിടയിൽ വിശ്വാസത്യാഗം അല്ലെങ്കിൽ അഭക്തിയൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് നമുക്ക് വീഴ്ച വരുവാനും പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ടൊക്കെ ഇടയായിട്ട് തീരുന്നത്, അല്ലേ? നാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു, കർത്താവിന് ഒരു സൈന്യമുണ്ട്. നമ്മൾ അതിനെ കണ്ട് നമ്മൾ വിഷയം പോരാട്ടമാണ്. പോരാട്ടമുള്ളപ്പോൾ കർത്താവ് പോരാടുവാനായിട്ടൊരു സൈന്യത്തെ ഉണ്ടാക്കി നമുക്ക് കണ്ടു, അല്ലേ? ആ സൈന്യത്തിലെ അംഗങ്ങളെ കുറിച്ച് നാം കണ്ടായിരുന്നു, അല്ലെ? വിശുദ്ധന്മാര്,
എന്നൊക്കെ നാം ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ നാം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ആയിരുന്നാൽ മാത്രമേ അവരുടെ സൈന്യത്തിൽ സ്ഥാനം നമുക്കുള്ളൂ. ആ നിലയിൽ നമുക്ക് പോരാടുവാനായിട്ട് കഴിയുകയുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയോടെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ വിശ്വാസത്തിന് വേണ്ടി ആ സൈന്യത്തോട് ചേർന്ന് പോരാടുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ നിലയിൽ ദൈവം നമ്മുടെ വിശ്വസ്തത കാണിക്കുമ്പോൾ നാമും തിരിച്ച് വിശ്വസ്തത കാണിക്കുമെങ്കിൽ ആ നിത്യത നിത്യതയിൽ അവനോടുകൂടെ പങ്കുവെക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തരും. നാം 3-4 വാക്യങ്ങൾ നമുക്ക് അടുത്തായിട്ട് വായിക്കാം. 3-4 വാക്യങ്ങൾ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നമ്മൾ സൈന്യമുണ്ടെന്ന് കണ്ടിരുന്നു. ആ സൈന്യത്തിന് ഒരു പോരാടുവാനുള്ള ഒരു ശത്രുവിനെ കുറിച്ച് നമുക്ക് ഈ 3-4 വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലേ? ആ ശത്രു ആരാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതൊരു യുദ്ധക്കളമാണ്, അല്ലേ? ആ നിലയിൽ നാം ഈ വാക്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് പോരാടുവാനുള്ള ശത്രുവിനെ ഈ വാക്യങ്ങളിൽ കൂടി കാണുവാനായിട്ട് സാധിക്കുന്നു. നാം കാണുകയാണ്, ഒന്നാമതായിട്ട് കാണുന്നത് അഭക്തരായ ചില മനുഷ്യർ. അപ്പൊ നമ്മുടെ നമുക്ക് പോരാടുവാനുള്ള ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് അഭക്തരായ മനുഷ്യരാണ്, അല്ലേ? നാം ഒന്ന് ചിന്തിക്കുമ്പോൾ ശത്രു എങ്ങനെയാണ് നമ്മുടെ ആ സഭയ്ക്കകത്ത് കടന്നു വരുന്നത്? നാം ആദ്യം പറഞ്ഞു നാം സൈനികരാണ്. ആ സൈനികർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്, അല്ലേ? സൈനികർ എങ്ങനെയുള്ളവരായിരിക്കണം? അവര് ഉണർന്നിരിക്കണം, അവര് ജാഗ്രതയുള്ളവരായിരിക്കണം ഓരോ നിമിഷവും. നമുക്കറിയാം, കാവൽക്കാരെ കുറിച്ച്, സൈനികരെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാം. നാം അലസ്തയോടെ ഇരിക്കുന്ന സമയത്താണ് ശത്രു അകത്തേക്ക് കയറി വരുന്നത്. ആ നിലയിൽ കാവൽക്കാരെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 6-ാമത്തെ വാക്യം പ്രകാരം വായിക്കുന്നു. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവർ രാവും പകലും എന്തായിരിക്കണം? കാവൽക്കാരെ സംബന്ധിച്ച് അവർ ഉണർന്നിരിക്കണം, അല്ലെ? അവർ ജാഗ്രതയുള്ളവരായിരിക്കണം. അവർ മിണ്ടാതിരിക്കുവാന് പാടില്ല. മാത്രമല്ല, ഈ കാര്യത്തിൽ അവർക്ക് സ്വസ്ഥത അനുഭവിക്കുവാനായിട്ട് അവരിടയായിട്ട് തരുക. ശത്രു വരുന്നുണ്ടോ എന്ന് നോക്കി അവർ വളരെ ജാഗ്രതയോടുകൂടെ ഇരിക്കണം. മാത്രമല്ല, ശത്രു വരുന്നുണ്ടോ എന്ന് ദൈവത്തെ ഓർമ്മപ്പെടുത്തുവാനായിട്ടും ഇടയായിട്ട് തരണം. അതുപോലെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അവിടെ കാവൽക്കാരെ കുറിച്ചൊരു കാര്യം കാണുന്നുണ്ട്. കാവൽക്കാർ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെയാക്കി കാഹളനാഥൻ ശ്രദ്ധിപ്പിനെന്ന് കൽപ്പിച്ചു, എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ കാണുന്നത് കാഹളം ശ്രദ്ധിക്കുമെന്ന് കൽപ്പിച്ചു. കാഹളം എപ്പോഴുണ്ടാവുന്നത്? ഒരു യുദ്ധത്തിലുള്ള ആഹ്വാനമാണ്, അല്ലേ? പോരാടുവാനുള്ള ഒരു ആഹ്വാനമാണ് കാഹളം. അത് നമുക്ക് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ എന്താക്കുള്ളൂ, ആ കാഹളം പെട്ടെന്നുള്ള കാഹളം കേൾക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അലസരായിരിക്കുന്ന ആൾക്കാർക്ക് ആ പെട്ടെന്ന് കാരണം ഓരോ സൈനാധിപന്റെ ഓരോ കാഹളം വ്യത്യസ്ത തരത്തിലാണ്. ശത്രുവിനെ എങ്ങനെയാണ് ആക്രമിക്കേണ്ടത് എന്നുള്ള കാഹളധ്വനി വളരെ വ്യത്യാസമായിരിക്കും. അപ്പൊ നമ്മൾ അലസരായിരുന്നു കഴിഞ്ഞാൽ, ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാഹളത്തിന്റെ ധ്വനി തിരിച്ചറിയുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്തിരിക്കണം? ശ്രദ്ധിച്ചിരിക്കണം, അല്ലേ? എന്നാണ് ഇവിടെ കാണുന്നത്. എന്നാൽ അവര് പറയുന്നത് എന്താണ്? അവർ ശ്രദ്ധിക്കില്ല എന്ന് പറയുക. ശ്രദ്ധിക്കില്ല, അവർക്ക് ഉറങ്ങണം. അങ്ങനെ ഉറങ്ങിയിരുന്നു കഴിഞ്ഞാൽ സഭയെക്കുറിച്ച് വിചാരമില്ലാത്തവര്, അല്ലെങ്കിൽ ഈ അഭക്തരായ മനുഷ്യനെ കുറിച്ച് ഒരു ബോധ്യവുമില്ലാത്തവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ കുറിച്ച് കർത്താവ് എന്താ പറയുന്നത് അറിയാം? കൂലിക്കാരെന്നാണ് പറയുന്നത്. കൂലിക്കാരെ സംബന്ധിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അവര് നല്ല ഒരു ഇടയനല്ല, അല്ലെ? നല്ല ഇടയനായിട്ട് ഒരിക്കലും കൂലിക്കാരന് ആയിത്തീരുവാനായിട്ട് ഇടയായിട്ട് അവന് ലാഭവിചാരം മാത്രമേ കൂലിക്കാരനെ സംബന്ധിച്ചുള്ളൂ, അല്ലെ? ആടിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, കൂലി കിട്ടണം എന്നാണ് കൂലിക്കാരന്റെ വിചാരം എപ്പോഴും. എന്നാൽ നല്ല ഇടയനെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ നൽകുന്നു, അല്ലെ? ആ നിലയിൽ നാമും നല്ലൊരു ഇടയനെ പോലെ ജാഗ്രതയുള്ളവരായിരിക്കണം.
അതായത് നാം നിർമ്മതരായിരിക്കണം, നാം ഉണർന്നിരിക്കുന്നവരായിരിക്കണം, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ ഈ സഭയ്ക്കകത്തേക്ക് നുഴഞ്ഞു വരുന്ന ശത്രുക്കളെ നമുക്ക് കാണുവാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി ആ നിലയിൽ പ്രതികരിക്കുവാന് അല്ലെങ്കിൽ പോരാടുവാന് നമുക്ക് സാധിക്കുകയുള്ളൂ. 4-ാം വാക്യം മാത്രം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. നമ്മുടെ ശത്രു ആരാണെന്നുള്ളത് ഒരാളെ കുറിച്ച് നമുക്ക് കാണാം. 4-ാം വാക്യം ഒന്നുകൂടെ വായിക്കുമ്പോൾ, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. നാം ആദ്യം കണ്ട അഭക്തരായ മനുഷ്യരാണ് നമ്മുടെ ശത്രു. പിന്നെയും കാണും നുഴഞ്ഞു വരുന്നവർ എങ്ങനെയാണ് വരുന്നത്? അവരറിയിച്ചിട്ടാണ് വരുന്നത്, അല്ല, വളരെ ഒരു പാമ്പിനെ പോലെ പതുങ്ങിയാണ് വരുന്നത്. അവർ നമ്മുടെ ശത്രുക്കളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ ദൈവത്തെക്കുറിച്ച് പലതും പറയും. ദൈവം നമ്മൾ പൊതുവെയുള്ള കാഴ്ചപ്പാട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവർ സുവിശേഷത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതായിട്ട് കേൾക്കും. പക്ഷെ അതിനുള്ളിൽ അവർ ആ ദൈവത്തെ നിഷേധിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ ദൈവത്വത്തെ അംഗീകരിക്കാത്തവരായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരുടെ ചിന്തയും പ്രവൃത്തിയൊക്കെ ആ നിലയിൽ നമുക്ക് വളരെ സൂക്ഷ്മതയോടെ നോക്കിയാൽ ആ ദൈവത്വത്തിൽ നിന്നുള്ള വേറൊരു പുതിയ ഒരു സുവിശേഷം അവര് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരെ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ടാണ് സഭയ്ക്കകത്തേക്ക് വരുന്നത്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാലും വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. 2 തിമോത്തി 3:5 നാം വായിക്കുമ്പോൾ 2 തിമോത്തി 3:5 ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അവരെങ്ങനെയാ വരുന്നത്? ഒരു ഭക്തിയുടെ വേഷം ധരിച്ച വരുന്നത് അല്ലേ? അപ്പോൾ ആ നിലയിൽ ഒരുപാട് ആളുകൾ ആ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് സഭയ്ക്കകത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ നമ്മുടെ ശത്രുവാണ് അല്ലേ? ആ ശത്രു ആ പിശാചിന് കാല് കുത്തുവാൻ വേണ്ടിയുള്ള ഒരു ഇടമാണ് അവിടെ ഉണ്ടാക്കി നൽകുന്നത്. അത് വളരെ ശ്രദ്ധയോടുകൂടെ നാം മനസ്സിലാക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്യണം. ഗലാത്യർ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാം. നുഴഞ്ഞു വന്ന കള്ളസോദന്മാർ നിമിത്തമായിരുന്നു. നുഴഞ്ഞു എന്നുള്ള വാക്ക് നമുക്കറിയാം. നമ്മൾ ഇവിടെയും കണ്ടത് അവര് ഭക്തരായ മനുഷ്യര് നുഴഞ്ഞു കയറിയതാണ്. നമുക്കറിയാം ഗലാത്യർ ലേഖനത്തിൽ അവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നത് കള്ള സഹോദരന്മാർ നുഴഞ്ഞു വന്നു എന്നാണ് അല്ലേ? അപ്പൊ അവിടെയുള്ള നുഴഞ്ഞു വന്നിരിക്കുന്നത് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെ? ഈ നുഴഞ്ഞു വരുമ്പോൾ അവര് സ്വയമായിട്ട് വരുന്നവരാ അല്ലെ? വേറെ ആരും തള്ളിവിടുന്നല്ല, സ്വയമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് എന്താ പറയുന്നത് അറിയോ? ഞാൻ സ്വയമായിട്ട് വന്നവനല്ല, ഞാൻ സ്വയമായിട്ട് പറയുന്നവനുമല്ല, ഞാൻ അയക്കപ്പെട്ടവനാണ്. എന്നാൽ ഈ നുഴഞ്ഞു കയറുന്നവര് സ്വന്തം മഹത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളിൽ അവിടെ പറയാൻ വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുവാൻ തക്കവണ്ണമാണ് നുഴഞ്ഞു കയറി വരുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ മഹത്വം മാത്രമാണ്. എന്നാൽ നമുക്ക് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കർത്താവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-18 വാക്യങ്ങളോടെ കൃത്യമായിട്ട് കാണുവാൻ കർത്താവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുവാനായിട്ട് കഴിയും. കൃത്യമായിട്ട് കർത്താവ് സ്വയമായിട്ട് വന്നവൻ എന്നുള്ള നിലയിൽ ഒന്ന് വായിക്കാം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു. നമുക്കാണ് സ്വയമായി വന്നവര് സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവരാണ്. എന്നാൽ അയക്കപ്പെട്ടവരോ അത് ദൈവത്തിന്റെ മഹത്വമാണ് അവിടെ ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ ഈ സ്വന്തം മഹത്വത്തിന് വേണ്ടി നുഴഞ്ഞു കയറുന്നവർക്കൊരു ഗൂഢമായ ലക്ഷ്യമുണ്ട്, അവർക്ക് സ്വാർത്ഥമായ ഒരു ലക്ഷ്യമുണ്ട്. അത് നാം എപ്പോഴും തിരിച്ചറിയണം. ആ തിരിച്ചറിയണമെങ്കിൽ ജാഗ്രത ഉള്ളവരായിരിക്കണം, ഉണർന്നിരിക്കണം. ഇനി നമുക്ക് 2 പത്രോസ് 2-ന്റെ 1-ാം അധ്യായത്തിലും ഇതേ വാക്യം അല്ലെങ്കിൽ നുഴഞ്ഞു കയറുന്നത് ആ പദം അവിടെ കാണുവാനായിട്ട് സാധിക്കും. 2 പീറ്റർ 2:1. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ. പത്രോസിനും ഒരു ബോധ്യമുണ്ടായിരുന്നു അവരെങ്ങനെയാ കയറി വരുന്നതിനോ. സൈന്യത്തിനുള്ള ഒരു ആഹ്വാനമാണ് നമുക്ക് കാണുന്നത്. സൈനികരോട് ഉണർന്നിരിക്കണം,
അവരെങ്ങനെയാ വരുന്നത്, ശത്രു എങ്ങനെയാണ് സഭയ്ക്ക് ഭാഗത്ത് വരുന്നതെന്ന് പത്രോസും ഇവിടെ ഉറപ്പോടെ പറയുക. എങ്ങനെ വരുന്നത്? മതഭേദങ്ങളെ നുഴയിക്കും എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടാണ് അവരകത്തേക്ക് കയറി വരുന്നത്. അപ്പൊ നമ്മൾ അവർ രഹസ്യമായിട്ട് വരുമ്പോൾ നാം ജാഗ്രതയോടുകൂടെ ഉണർന്നിരിക്കണമെന്ന് കാണുകയാണ്. നമുക്കിനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം 10-ഉം 11-ഉം വായിക്കാം. അവിടെ നുഴഞ്ഞു കഴിയുന്നവരുടെ ലാഭം നമുക്ക് എന്താണെന്ന് കാണാനായിട്ട് സാധിക്കും. അവന്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമനായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയന്മാരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാർ സൂക്ഷിപ്പാൻ അറിയാത്തവർ. അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താന്റെ വഴിക്കും ഓരോരുത്തരും താന്താന്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. കണ്ടോ, അവിടുത്തെ കാവൽക്കാരുടെ മറ്റൊരു പ്രത്യേകതയെ കുറിച്ച് കാണാം. കാവൽക്കാർ എപ്പോഴും സ്വന്തം ലാഭത്തിന് വേണ്ടി ആണ് അവര് നിൽക്കുന്നത്. അവർക്ക് അവിടെ എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല. അവർക്ക് സഭ അല്ലെങ്കിൽ അവിടെ വേറെ ഇതാണ് പറയുന്നെങ്കിലും കാവൽക്കാരെ സംബന്ധിച്ച് കാവൽക്കാരന് എപ്പോഴും എങ്ങനെയുള്ളവരായിരിക്കണം? ഉറങ്ങാതെ ഇവിടെ സ്വന്തം ലാഭത്തിന് നിൽക്കാതെ വളരെ നിർമ്മതരായിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം അല്ലേ. കർത്താവിന്റെ സൈന്യത്തിലെ അംഗങ്ങൾ ആ നിലയിൽ വളരെ സൂക്ഷ്മതയുള്ളവര്, അവര് ആ വിശ്വാസത്തിന് ഉറപ്പുള്ളവരായിരിക്കണം അല്ലേ. 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കനി. അവിടെ അഭക്തരായ മനുഷ്യര് അല്ലെങ്കിൽ നുഴഞ്ഞു വരുന്നവര് എന്താണ് ചെയ്യുന്നതെന്ന് 4-ാം പലപ്പോഴും വായിച്ച് വാക്യങ്ങൾ ഇങ്ങനെ പിന്നീട് ഒരുപാട് വട്ടം വായിക്കുന്ന ആ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ വാക്യങ്ങളിൽ ഒരു ഉറപ്പ് വരുവാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടെ 4-ാം വാക്യം വായിക്കാം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഇവിടെ കാണുകയാണ് ആ നുഴഞ്ഞു വന്ന അഭക്തരായ മനുഷ്യര് അവരെന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്നതായിട്ട് നാം ഇവിടെ കാണുക അല്ലെ. അവര് സഭയുടെ നിർമ്മലമായ ആ ഉപദേശം മാറ്റിക്കളഞ്ഞിട്ട് എന്താ പുതിയൊരു ഉപദേശമാണ് അവർ കൊണ്ടുവരുന്നത്. ആ നിലയില് അവര് അഭക്തരായ മനുഷ്യര് നുഴഞ്ഞു കയറി സഭയ്ക്കകത്ത് പ്രവേശിച്ച് സഭയിലുള്ള മറ്റു വിശ്വാസികളെയും അവരുടെ ചിന്താഗതിയിലേക്ക് കൊണ്ടുപോവുകയാണ് അല്ലെ. ദൈവത്തിന്റെ കൃപയെ വേറൊരു വ്യത്യസ്തമായ ഒരു പുതിയ ഒരു ചിന്തയിലേക്ക്, പുതിയ ഒരു ഉപദേശത്തിലേക്ക് സഭയെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അല്ലെ. അവർ മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു? വഴിതെറ്റിക്കുന്നതായിട്ട് നമുക്ക് കാണുകയാണ് അല്ലെ. അവരുടെ ഉള്ളിൽ വഴിതെറ്റിക്കുന്ന ആത്മാക്കളാണ് നിറഞ്ഞിരിക്കുന്നത്. ആ നിലയിൽ മറ്റുള്ളവരെ കൂടി വഴിതെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് ആ സഭയ്ക്കകത്തേക്ക് കയറി വന്ന് വിശ്വാസികൾ അല്ലെങ്കിൽ വചനത്തിൽ ഉറപ്പില്ലാത്ത, വചനത്തിൽ കാതലായ ആ വശങ്ങൾ ഉൾക്കൊള്ളാത്ത ഇരിക്കുന്ന മനുഷ്യരെ തെരഞ്ഞു പിടിച്ച് അവരെ തെറ്റായ വഴികളിലേക്ക്, തെറ്റായ ഉപദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വരാതിരിക്കണം. നാം എങ്ങനെയുള്ളവരായിരിക്കണം? ഉണർന്നിരുന്നാൽ മാത്രം പോരാ, വചനത്തിന് ഉറപ്പുള്ളവരായിരിക്കണം അല്ലെ. വചനത്തിൽ ഉറപ്പുള്ളവരായെങ്കിൽ മാത്രമേ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഞാൻ ആദ്യം പറഞ്ഞു, നാം ഒരു സൈന്യമാണ് അല്ലെ. പോരാടുവാനുള്ള വിശ്വാസത്തിന് വേണ്ടി പോരാടുവാനുള്ള ക്രിസ്തുവിന്റെ ഒരു സൈനികരാണ് നാം. സൈനികർ എങ്ങനെയുള്ളവരായിരിക്കണം എന്നറിയോ? സൈനികർ അവർക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കും അല്ലെ. എല്ലാ നിലകളിലും ഏതൊരു സൈന്യമാണെങ്കിലും ആ സൈന്യത്തെ അവിടുത്തെ സൈനാധിപൻ അല്ലെങ്കിൽ അവിടുത്തെ അതോറിറ്റി ഏറ്റവും നല്ല നിലയിൽ നല്ല ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ആ നിലയിലാണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ കർത്താവിന്റെ സൈനികരായ നാം എങ്ങനെയുള്ളവരായിരിക്കണം? നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവെങ്കിലും, വചനത്തിലുള്ള അറിവെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ മറ്റുള്ളവർ പറയുന്ന അല്ലെങ്കിൽ അഭക്തരായ മനുഷ്യര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ 2 കൊരിന്ത്യർ 10:4-5 വായിക്കാം. നിങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. എന്ന് പറഞ്ഞാല് ദൈവവചനം അഭ്യസിക്കുന്നവരായിരിക്കണം ദൈവത്തിന്റെ സൈന്യത്തിലുള്ളവർ. നാം ഓരോരുത്തരും ദൈവവചനം അഭ്യസിക്കുന്നവരായിരിക്കണം. എന്നാൽ മാത്രമേ ആ നിലയിൽ അവിടെ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ഉപദേശം തിരിച്ചറിയുവാനും അല്ലെങ്കിൽ നാം അതിനുള്ള ആർജവം നമുക്ക് പ്രാപിച്ചെടുക്കുവാനുമായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. നാമിപ്പോൾ 3 ശത്രുക്കളെ കുറിച്ച് കണ്ടു. അഭക്തരായ മനുഷ്യന്, പിന്നെ നുഴഞ്ഞു കയറുന്നവര്,
പിന്നെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കുന്നവര്. ഇനി നാലാമതൊരു ശത്രു കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞ് എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നാലാമത്തെ നമുക്കറിയാം, അത് 4-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അവിടെ ഒരു ശത്രുവിനെ കൂടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ. പിന്നീട് ശത്രുവിനെ കാണുകയാണ് യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവര്, അല്ലെ? യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരാണ്. ദൈവത്തെ തള്ളി പറയുന്നവരായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ 2 Peter 2:1 നമ്മൾ വായിക്കുന്നു, തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ അവർ തള്ളി പറയുന്നു. അവിടെ നമുക്ക് കാണുവാനായിട്ട് പത്രോസും പറയുന്നതായിട്ട് സാധിക്കും. ആ നിലയിൽ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് അതിൽ കൂടി കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലേ? നമുക്ക് പോരാടുവാനുള്ള ശത്രുക്കളാണ് ഇവരൊക്കെ. ആരൊക്കെ? അഭക്തരായ മനുഷ്യര്, നുഴഞ്ഞു കയറുന്നവര്, മാത്രവുമല്ല ഈ ദൈവത്തെ നിഷേധിക്കുന്നവര്, നിഷ്കാമ പ്രവൃത്തിക്ക് ദൈവകൃപയെ ഹേതുവാക്കുന്നവർ. ആ നിലയിലുള്ള ശത്രുക്കളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ശത്രുക്കൾക്കെതിരായിട്ട് നാം പോരാടണം. ഈ ശത്രുക്കൾക്ക് ഒരു ശിക്ഷാവധി ഉണ്ടോ ദൈവത്തിന്റെ സന്നിധിയിൽ? ഉണ്ടായിരിക്കുമോ? ഉണ്ട്. എന്നാൽ 4-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. നമുക്കത് വളരെ വ്യക്തമായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഇങ്ങനെയുള്ളവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്, അല്ലെ? അഭക്തരായ മനുഷ്യർക്ക്, നുഴഞ്ഞു കഴിയുന്നവർക്ക്, തെറ്റായ ഉപദേശം പറയുന്നവർക്ക് ഒരു ശിക്ഷാവിധി ഉണ്ട്. അത് വളരെ താമസിച്ചാണ് ഒരുപക്ഷെ ആ ശിക്ഷാവിധി വരുന്നതെങ്കിലും ശിക്ഷാവിധി ഉണ്ട് എന്ന് പണ്ട് തന്നെ എഴുതി വച്ചിരിക്കുന്നതായിട്ട് ഇവിടെ നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തുക. അവർക്കൊരു ന്യായവിധി തീർച്ചയായും ഉണ്ട് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെ? എത്ര കാലം താമസം വന്നാലും ഇങ്ങനെ പ്രകാരം സഭയ്ക്കകത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവത്വത്തെ നിഷേധിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധി ഉണ്ട് എന്ന് പണ്ട് തന്നെ അത് എഴുതി വച്ചിരിക്കുന്നെന്ന് നമ്മുടെ കാണുക, അല്ലെ? കർത്താവിന്റെ ആലോചനയ്ക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്തവർക്ക് അല്ലെങ്കിൽ തെറ്റായ ഉപദേശത്തെ മറ്റുള്ളവരിലോട്ട് ഒരു ഇഞ്ചക്ഷൻ പോലെ കുത്തിവെക്കുന്നവർക്ക് അവർക്കൊരു ശിക്ഷാവിധി ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ തുടർന്നുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ ചിന്തിച്ച് മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകും.